സീനച്ചാ എനിക്ക് പേടിയാവുന്ന വെച്ചാ അതിൽ കേറുന്ന വെൽക്കം ടു മൈ അനദർ വീഡിയോ. ദിസ് ഇസ് നമ്മുടെ ലിയോൺ. അപ്പം വളരെ റെയർ ആയിട്ട് നമ്മുടെ ലിയോൺ നമ്മുടെ വീഡിയോസിലൊക്കെ വരാറുള്ളൂ ബിക്കോസ് ഹീസ് എ വെരി സീരിയസ് ഗൈസ്. പക്ഷെ ഇന്ന് നമുക്ക് ഭയങ്കര 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 എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ എവിടെ പോകുന്നു ലിയോ? നാളെ ഇപ്പം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നാളത്തേക്കുള്ള ഷോർട്സ് സംഭവങ്ങളൊക്കെ മേടിക്കണം. അപ്പം നമ്മൾ ഇങ്ങോട്ടാച്ചാ പോകുന്ന സ്റ്റുഡിയോയിലല്ലേ പോന്ന. അപ്പം സ്റ്റുഡിയോയിൽ പോയി ഷോപ്പിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനെല്ലാം പാക്ക് ചെയ്യാൻ. പാക്കിങ് രാവിലെ കഴിഞ്ഞാ ഷോപ്പിങ്? ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി. നാളത്തേക്ക് സെറ്റല്ലേ എല്ലാം? ഓക്കെ, ഗുഡ് നൈറ്റ്. റെഡിയല്ല? റെഡിയല്ല വണ്ടി വന്നോ? ഓക്കെ ലിയോണോടാ എല്ലാവരും റെഡിയായി നമ്മൾ പോകാൻ പോവുക. വണ്ടിയൊക്കെ വന്നു. സോ ദിസ് ഇസ് മൈ അപ്പോൾ ദേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം 5:10 5:15 ട്രെയിൻ. അപ്പോൾ ചെന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വന്ദേ ഭാരത് വന്നു. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, നമ്മൾ ഓടി കയറി ഗൈസ്. ചെന്ന് കയറിയപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ക്ലീൻ ഗൈസ്. യുനോ നമ്മുടെ നാട്ടിൽ നമ്മൾ വൃത്തിയായിട്ടും കുറച്ച് എന്താ പറയുക കംഫർട്ടബിളായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അടിപൊളിയല്ല. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരതിലെ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന കണക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ദേ ഭാരത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്ത് ബോറൊന്നും അടിച്ചില്ല, ഒട്ടും അടിച്ചില്ല. പക്ഷേ ആ ഫുഡിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി എവറിത്തിങ് വാസ് പെർഫെക്റ്റ് അബൌട്ട് ദിസ് ട്രെയിൻ. ഇനി എവിടെ പോയാലും ഐ വിൽ ചൂസ് വന്ദേ ഭാരത് ടു ട്രാവൽ ഗൈസ്. അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എറണാകുളം എത്തി ഗൈസ്. അങ്ങനെ ഹാഫ് വേ എത്തിയിരിക്കാണ്ട് വണ്ടർലായിലേക്കുള്ള അങ്ങനെ ഒരു ക്യാബ് പെട്ടെന്ന് സെറ്റാക്കി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുകയാണ് വണ്ടർലേക്ക്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ വണ്ടർല എത്തുന്നതായിരിക്കും ഗൈസ്. എക്സൈറ്റഡ് ആണ് അവിടെ. അച്ഛൻ എക്സൈറ്റഡ് ആണ്. അച്ഛനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ദ ബിഗ്ഗസ്റ്റ് കിഡ് ഇൻ ദ ഫാമിലി. എത്ര മിനിറ്റ് ഇവിടെ ഉണ്ട്? Another 10 minutes. Guys, finally we are here in Wonderland. Hi guys, അപ്പം നമ്മൾ ഫൈനലി എവിടെയൊക്കെ ചെയ്യാം? ഗൈസ് ഒരുപാട് പിള്ളേരൊക്കെ ബസ്സിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് സമയമായി. ഇനി ഞങ്ങളിപ്പോൾ അകത്തോട്ട് കയറാൻ പോവല്ലേ അച്ഛാ? ഓക്കെ, വണ്ടല്ല ഗൈസ്. അത് ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇനി 10:30 ആയതുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നു. കാരണം മാക്സിമം ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഇവിടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. ഇപ്പം ഞങ്ങൾക്ക് അതെല്ലാം ഉള്ളതുകൊണ്ട് മേടിക്കേണ്ട കാര്യമില്ല. അച്ഛൻ തകർത്ത് വെച്ച് ഫോട്ടോ എടുത്തോണ്ടിരിക്കാം. ഫോട്ടോ കിസിക്ക് എംബാരസിങ് ആവുന്നുണ്ടോടാ? ദാറ്റ്സ് ഓക്കെ. ആര് നമ്മളെ നോക്കിയാലും യു നീഡ് ടു എൻജോയ്. ഇപ്പം എല്ലാവർക്കും ഇത് തുറക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോ സെഷനാണ്. അപ്പോൾ അതേ ലിയോൺ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. സോഷ്യൽ സർവീസ് ലിയോ. സെറ്റ് 10 മണി ആയില്ലേ? 10 മണി ആവുന്നുള്ളൂ. 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ട് ചായ ശരിയായില്ല ഗൈസ്. ഇപ്പം തുറക്കും. ഞങ്ങളുടെ ഓർണമെൻറ്റ്സും കാതിലെ സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഊരിയതേ ബാഗിൽ വെക്കാൻ പോവുക. കാരണം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. പ്രത്യേകിച്ച് കെസിയുടെ കമ്മൽ എന്തായാലും പോകും ഗൈസ്. ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയതേ കെസിയ ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ട്. ഇവിടെ നൈലോൺ ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. സോ ഗൈസ് വി ആർ ചെക്കിംഗ് ദ മാപ്പ് ഓഫ് വണ്ടർല. കാരണം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത് നോക്കിയൊന്ന് ഇത് ചെയ്ത്. വി എൻ്റർ ഫ്രം ഹിയർ ആൻഡ് ദെയർ ഈസ് വണ്ടർല. കൈ കൊടുക്ക്. ഇപ്പറ നിൽക്കും.
ചേച്ചിക്ക് പേടിയാട്ടോ. സോ നമ്മളിവിടെ അച്ഛൻ്റെ അവിടെ നിൽപ്പുണ്ട് ലോക്കർ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കയറാൻ പോകുന്നത് ലാൻഡ് റൈഡ്സിലാണ്. ഇങ്ങോട്ട് കയറാൻ ഇപ്പുറം ഇതിൻ്റെ ബാക്കിലാണ്, അവിടെയാണ് ലോക്കർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാം വെച്ചേച്ച് നമ്മൾ മേളോട്ട് ഇങ്ങനെ കയറി പോവുക. ഐ ഡോണ്ട് നോ നമ്മൾ ആദ്യം ഇല്ല അച്ഛൻ കയറുന്ന നോക്കാം. Guys, look at this. പൊളി. അതുണ്ടോ കുറേ പേര് മേളിൽ പൊക്കി താഴോട്ട് കൊണ്ടോ. പിന്നെ ഇത് വെയിറ്റ് പൂളൊക്കെയാണ്. ഇതിപ്പോൾ ഇനി തുറക്കുകയുള്ളൂ. സോ ലിച്ചിന് പേടിയാ? എനിക്കും ചെറുതായിട്ട് പേടിയുണ്ട്, പക്ഷേ ഐ ആം ഷൈ. ഞാൻ ആദ്യമായിട്ട് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ വരുന്ന. ഞങ്ങളിത് ഇപ്പൊ കയറാൻ പോകുന്നത് ഇതിൻ്റെ അകത്താ. കുറച്ച് ഡേഞ്ചർ ആണല്ലേ ഇത്? ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. സോ ഗൈസ്, ഞാൻ യൂട്യൂബിൽ കണ്ട പോലെയൊന്നും അല്ല, നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം മൊത്തത്തിൽ കിളി പോകുന്ന സീനാണ്. സത്യത്തിൽ ഞങ്ങളുടെ കിളി മാറി ഓൾറെഡി. അപ്പം മൊത്തം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഗൈസ്, കാരണം ഇവിടെ ക്യാമറയും ഫോണും ഒന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ കയറിയത് ഈ സാധനത്തിൻ്റെ അകത്തത് മേളിൽ നിൽക്കുന്നു. ആ സാധനം താഴെ നിൽക്കുന്നത്. അച്ഛാ, ഞാൻ വിചാരിച്ച മേളിലെത്തുന്ന, ഞാൻ പറഞ്ഞ താഴെ. അടുത്തത് ഞങ്ങൾ കയറാൻ പോകുന്ന സാധനമാണ് ഇത്, മാവറിക്. സത്യത്തിൽ ഞാൻ ഫോൺ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത്രയും സീനാന്ന് വിചാരിച്ചു, പക്ഷെ ദിസ് ഇസ് ക്രേസി. മാവറിക്കുന്ന അച്ഛൻ നല്ല അടിപൊളിയായിട്ട് സ്കൂട്ടായി. ഞങ്ങൾ മൂന്നുപേരും കയറി നല്ല ഇഞ്ചപ്പരുവായിട്ട് ഇറങ്ങി ഗൈസ്. മൊത്തത്തിൽ തല കറക്കമാണോ ഛർദ്ദിക്കാൻ വരുവാണോ എന്തോന്നും അറിയത്തില്ല. അടുത്ത നമ്മൾ പോകുന്നത് റോളർ കോസ്റ്ററിലാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഇതിനകത്ത് പോകണോ വേണ്ടെന്ന് ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചു കേട്ടോ, കാരണം മൊത്തത്തിലൊന്നും ജഗബൊഗയായിരിക്കുകയാണ്. കുടലും തലച്ചോറും ഒക്കെ മൊത്തം ജ്യൂസ് പരുവായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. കെസിയും ലിയോണൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു മാവറിക്കിൽ കയറി. അപ്പം റോളർ കോസ്റ്ററിൻ്റെ സീൻ പറയുകയാണെങ്കിൽ ഇതാണ്. ഞങ്ങളുടെയൊക്കെ പോകാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മൊത്തത്തിൽ ഞങ്ങൾ കിളിവാറിയിരിക്കുകയാണ് ഗൈസ്. റോളർ കോസ്റ്റർ എടുത്ത് ചാടിയാലെന്ന് വരെ എനിക്ക് ചിന്തിച്ചു ഗൈസ്, കാരണം അത്രയ്ക്ക് നമ്മുടെ പ്രഷറാവും. മാക്സിമം ഇതിൽ കൊണ്ടുപോയിട്ട് അവർ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഈസ് ടു മച്ച്. അവസാനം നമ്മളതെല്ലാം കഴിഞ്ഞ് വന്നപ്പം എൻ്റെ കൊണ്ടയും പോയി, എല്ലാം പോയി, മൊത്തത്തിൽ പോക. മതിയായ 2:30 മണിയായപ്പം ഏകദേശം നമ്മൾ ഹെവി റൈഡ്സ് ഒക്കെ കവർ ചെയ്തു. ഇനി ഒരുപാട് റൈഡ് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാട്ടർ റൈഡ്സിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരുടെയും എനർജി നന്നായിട്ട് ഡ്രെയിനായി വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടർലയ്ക്ക് അകത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോയി. അവിടെ ബൊഫേ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പെർ ഹെഡ് അവർ 590 ആണ് ചാർജ് ചെയ്തത്, പക്ഷേ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വാട്ടർ റൈഡ്സിലാണ് പോയത്. അവിടെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല, കാരണം ആളുകളുടെ പ്രൈവസി. അറ്റ് ദ സെയിം ടൈം ഷൂട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും എൻജോയ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു 6:45 വരെ നമ്മൾ ഫുൾ വാട്ടർ റൈഡ്സ് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അവിടെ DJ പരിപാടി ഉണ്ടായിരുന്നു, കാരണം 25ാമത്തെ വാർഷികമായിരുന്നു ഞങ്ങൾ ചെന്ന ദിവസം വണ്ടർലായുടെ. അപ്പം അടിപൊളി DJ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എൻജോയ് ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ക്യാബ് എടുത്ത് കലൂർ വന്നു, KFCയിൽ പോകാൻ വേണ്ടി മാത്രം. കാരണം പിള്ളേർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ച് കൊടുക്കുന്നു. അങ്ങനെ ബർഗറും ബക്കറ്റ് ചിക്കനും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ സമയമായി. നമ്മൾ നേരത്തെ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ട്രെയിനിൽ കയറി പുതച്ച് മുടിക്കിടന്ന് ഉറങ്ങി. ഒന്നും അറിഞ്ഞില്ല. ട്രിവാൻഡ്രം എത്തിയപ്പോഴാണ് അറിഞ്ഞത്. കെസിയും ലിയോണൊക്കെ ട്രിവാൻഡ്രം എത്തി ഞാൻ അവരെ വിളിച്ചപ്പോഴാണ് അവർ ഉണർന്നത് തന്നെ. അത്രയും ടയർഡായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇറ്റ് വാസ് എൻ അമേസിങ് ട്രിപ്പ്.
എന്താ പറയുന്നത്, മെമ്മറി ടു റിമെമ്പർ. അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ 4 പേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഇന്ന് പാം സൺഡേ ആണ്. വീട്ടിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചേർച്ചിലൊക്കെ പോകേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. സീ യു ടുമാറോ.